വിനേഷ് തുടരുന്നുണ്ട് പാലക്കാട് നിന്നും. വിനേഷ്, നമ്മൾ പാലക്കാട് തയ്യാറെടുപ്പുകളാണ് പറഞ്ഞു വന്നിരുന്നത്. പാലക്കാട് BJP-യെ സംബന്ധിച്ച് ഇത്തവണ വിജയസാധ്യത എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ അവരുടെ A ക്ലാസ് ലിസ്റ്റിലുള്ള ഒരിടമാണ്. അപ്പോൾ എങ്ങനെയുള്ള മുന്നേറ്റമാണ് ഇത്തവണ അവിടെ ലക്ഷ്യമിടുന്നത്? അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെയാണോ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആയുധം? സി കൃഷ്ണകുമാർ വളരെ ഇമേജ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് അല്ലേ, അങ്ങനെയല്ലേ? സജിത്ത് കഴിഞ്ഞ തവണയും അദ്ദേഹം മത്സരിച്ചതാണ്, ഇത്തവണയും അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം പൊതുവെ ഇവിടെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരാൾ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു സി കൃഷ്ണകുമാറിൻ്റെ ഒരു ക്യാമ്പയിനപ്പുറത്തേക്കാണ് BJP ഈ ഒരു പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരേ സമയം തന്നെ അദ്ദേഹം പാലക്കാടും തൃശ്ശൂരിൻ്റെ വിഷയങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം തൃശ്ശൂരും പാലക്കാടും അതിർത്തി രണ്ട് ജില്ലകളാണ്. ഇവിടെ രണ്ടും കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ എത്രയോ മുമ്പ് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് അല്ലെങ്കിൽ അവിടെ ഒരു വനിതാ സമ്മേളനത്തിന് വേണ്ടി പ്രധാനമന്ത്രി വന്നതും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ പാലക്കാട് എത്തുമ്പോഴത്തേക്ക് പാലക്കാട് BJP-ക്ക് കൃത്യമായ സ്വാധീനമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി BJP-യുടെ ഒരു വളർച്ചയുടെ ഘട്ടം നമുക്ക് കാണാൻ കഴിയും പാലക്കാട്ടെ വോട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം പാലക്കാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നത്. അത് സി കൃഷ്ണകുമാറിൻ്റെ ഒരു പ്രചാരണത്തിന് മാത്രമല്ല, മറിച്ച് പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പാലക്കാട് മണ്ഡലത്തിലും അതുപോലെ തന്നെ മലമ്പുഴയിലൊക്കെ തന്നെ BJP-ക്ക് വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അത്തരത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഒരു വിജയസാധ്യതയുള്ള സ്ഥലം, BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയസാധ്യതയുള്ള സ്ഥലമൊന്നുമല്ല പാലക്കാട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു ഭാവി എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയില്ല നമുക്ക്. പക്ഷേ എന്തായാലും അങ്ങനെ കൂടുതൽ ഈ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി കൂടുതൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക. കാരണം ഇവിടെ കഴിഞ്ഞ തവണ 2 ലക്ഷത്തി ചില്ലാനം വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് ലഭിച്ചിട്ടുള്ളത്. 4 ലക്ഷത്തോളം വോട്ടുകളാണ് ശ്രീകണ്ഠന് ലഭിച്ചത്. അതിൻ്റെ താഴെയാണ് അന്നത്തെ MP രാജേഷ് മന്ത്രി കൂടിയായ MP രാജേഷിനും ലഭിച്ചത്. എന്തായാലും ഇത് വെച്ച് നോക്കുമ്പോൾ BJP-ക്ക് ചെറിയ വോട്ടിൻ്റെ 1 ലക്ഷത്തി ചില്ലാനം വോട്ടിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്, 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു കുതിച്ചുചാട്ടം നടത്തണമെങ്കിൽ അത്രത്തോളം വോട്ടുകളുടെ വലിയ തോതിൽ LDF-ൽ നിന്നും UDF-ൽ നിന്നും അടിയൊഴുക്കുണ്ടായാൽ മാത്രമായിരിക്കും BJP-ക്ക് ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമായിരിക്കും BJP-ക്ക് ജയിക്കാൻ കഴിയുള്ളൂ, NDA-ക്ക് ഇവിടെ ജയിക്കാൻ കഴിയുള്ളൂ. അത്രയും വലിയൊരു അത്ഭുതം സംഭവിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും വളർച്ചയുള്ള ഒരു മണ്ണ് എന്നുള്ള രീതിയിൽ ഇവിടെ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, അവിടെ ഈ ത്രികോണ പോരാട്ടം എന്ന ചിത്രമുയരുന്ന സ്ഥലമാണല്ലോ പാലക്കാട്. ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ട ഒരിടമാണ്. MP രാജേഷ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഇടമാണ്. VK ശ്രീകണ്ഠൻ അവിടെ സിറ്റിംഗ് MP ആണ്. ഈ ഇത്തവണ വിജയരാഘവൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതിന് വളരെ നേരത്തെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിയതാണ്. ഇത്തരം സാധ്യതയും സാഹചര്യം ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതു സ്ഥാനാർത്ഥിക്ക് കഴിയുന്നുണ്ടോ? ഇത്തവണ ഒരു കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്ര കണ്ട് മുന്നേറാൻ ഇടതുമുന്നണിക്ക് അവിടെ കഴിയുന്നുണ്ട്? എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? സജിത്ത്, LDF-ന് കൃത്യമായ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട് മണ്ഡലം. കഴിഞ്ഞ തവണ ലഭിക്കാതെ പോയതിന് പിന്നിൽ വേറെയും മറ്റ് പ്രശ്നങ്ങൾ, CPM-ന് അകത്തെ പ്രശ്നങ്ങൾ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം MP രാജേഷും PK ശശിക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാടെടുത്തതായിരുന്നു MP രാജേഷും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരനായ നിതിൻ കണിച്ചേരി ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ MP നെ തോൽപ്പിക്കാൻ വേണ്ടി PK ശശിയുടെ നേതൃത്വത്തിൽ അണിയറ നീക്കങ്ങൾ സജീവമാക്കി എന്നുള്ളൊരു വിമർശനം പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നു. മാത്രമല്ല ഈ മണ്ണാർക്കാട് മേഖലയിൽ ഉൾപ്പെടെയുള്ള മുസ്ലിം വോട്ടുകളിൽ വലിയൊരു ശതമാനം, കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് നമുക്കറിയാം, ശബരിമല വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സമയം രാഹുൽ ഗാന്ധിയുടെ ഒരു കേരളത്തിലേക്ക് എത്തുന്നു. ആ ട്രെൻഡിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ കോൺഗ്രസിന് വലിയ തോതിൽ വിജയം സമ്മാനിച്ചിട്ടുണ്ട്. ആകെ 2 മണ്ഡലത്തിൽ മാത്രമാണ് UDF-ലെ VK ശ്രീകണ്ഠന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ. ബാക്കി എല്ലാ സ്ഥലത്തും LDF തന്നെയാണ്. LDF-ന് കൃത്യമായ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തവണ എത്തുമ്പോഴത്തേക്ക് വിജയരാഘവൻ എന്നുള്ളൊരു സ്ഥാനാർത്ഥിയോട് പാർട്ടിക്ക് അകത്ത് തന്നെ നല്ലൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കാരണം കുറച്ചും കൂടെ ജനകീയനായ, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ഇടപെടാൻ കഴിയുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ സീറ്റ് ഈസിയായിട്ട് പാലക്കാട് പിടിക്കാൻ കഴിയുമായിരുന്നു എന്ന് CPM പ്രവർത്തകർ തന്നെ അടക്കം പറയുന്ന ഒരു അവസ്ഥയുണ്ട്.
CPM-ന്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും കഴിഞ്ഞ തവണ MP രാജേഷിനെ പാലം വലിച്ച പോലെ ഒരു പാലം വലിക്കൽ പാർട്ടിക്കകത്ത് എന്തായാലും ഇയാളുടെ കാര്യത്തിൽ, അതായത് വിജയരാഘവന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അയാൾക്കെതിരെ ശക്തമായി പാർട്ടിയുടെ മുഴുവൻ സംവിധാനങ്ങളും ചലിപ്പിച്ചുകൊണ്ട് തന്നെ വിജയരാഘവനെ ജയിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ശ്രീകണ്ഠൻ ജനകീയനാണ്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ശ്രീകണ്ഠന് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളും ക്ഷേമങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ ജനകീയമായ ഒരു ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്. ശരി, അതാണ് ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രം. അതാണ് എസ് വിനേഷ് കുമാർ നമ്മളോട് പങ്കുവെക്കുന്നത്. പാലക്കാട് ഇത്തവണ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായി ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് ഒരുങ്ങുന്നു. പ്രധാനമന്ത്രിയുടെ നാളത്തെ സന്ദർശനം കൂടി കഴിയുന്നതോടുകൂടി പോരാട്ടത്തിന്റെ വീറൊന്നു മാറും. കടുത്ത സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റോഡ് ഷോ പോലെയുള്ള പരിപാടിക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ പഴുതടച്ച സുരക്ഷ ഒരുക്കാൻ പോലീസിനും വെല്ലുവിളികൾ നിരവധിയുണ്ട്.